സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 4ാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലൂടെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പുറപ്പെട്ട ഭാഗം ചർച്ച ചെയ്തു. 3 ദിവസമാണ് സൗർ ഗുഹയിൽ രണ്ടുപേരും ചെലവഴിച്ചത്. അതിനുശേഷം വിശുദ്ധ മദീനയിലേക്ക് പുറപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ പേടിയായിരുന്നു, കാരണം റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടാവുമോ എന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് ഓടി ആ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കി തിരിച്ചു വന്ന് പിന്നെ പിന്നോട്ട് ഒത്തിരി ഓടുമായിരുന്നു. അഥവാ ഹിജ്റ യാത്രയുടെ 3 ഇരട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അത്രക്ക് മഹബത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നമുക്ക് നോക്കാം, ചരിത്രത്തിന്റെ 4ാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ കടന്നു. അവിടെ വിശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിലാണ്. മന്ദമാരുതന്റെ തലോടലേറ്റ് അവിടുന്ന് നിദ്രയിലേക്ക് വഴുതി വീണു. ഉറക്കം കണ്ണുകളെ തഴുകിയെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് നിയന്ത്രിച്ചു. പ്രവാചകന് കാവലിരിക്കേണ്ട താൻ ഉറങ്ങിപ്പോവുകയോ? അതൊരിക്കലും ശരിയല്ല. അദ്ദേഹം കണ്ണ് തുറന്നു പിടിച്ചിരുന്നു. മാളങ്ങളിൽ ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാദം കൊണ്ട് അടച്ചു പിടിച്ചിരിക്കുകയാണല്ലോ. ആ ദ്വാരത്തിൽ നിന്ന് എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കടിച്ചു. അസഹ്യമായ വേദന, കടച്ചിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല, കാല് വലിച്ചില്ല. താൻ ഇളകിപ്പോയാൽ പ്രവാചകന്റെ ഉറക്കത്തിന് ഭംഗം വരും. അതായിരുന്നു ആ സ്നേഹമയന്റെ ഭയം. വേദന കടിച്ചിറക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. വേദന കൂടി വരികയാണ്. പ്രവാചകന്റെ ഉറക്കത്തിന് ഒരു തരത്തിലും ഭംഗം വരരുത്. വേദന കൊണ്ട് പിടയുമ്പോഴും അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത. ആ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ആ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ ചെന്ന് വീണത് പ്രവാചകന്റെ മുഖത്തിലായിരുന്നു. പെട്ടെന്ന് ജെട്ടി ഉണർന്ന് നോക്കുമ്പോഴാണ് തൻ്റെ കൂട്ടുകാരൻ കരയുന്നു. താങ്കൾ കരയുന്നത് എന്തിനാണ്? സംഗതി എന്തെന്നറിയാതെ ഉത്കണ്ഠയോടുകൂടി നബി ചോദിച്ചു, എൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചു, വല്ലാത്ത വേദന. അതാണോ കരയുന്നത്? സാരമില്ല. ഇത്രയും പറഞ്ഞ് നബി തൻ്റെ വായിൽ നിന്നും അല്പം തുപ്പുനീരെടുത്ത് വേദനയുള്ള സ്ഥാനത്ത് പുരട്ടി. ഒരു വലിയ മൂർഖൻ പാമ്പായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കടിച്ചിരുന്നത്. ആ ഘോര വിഷം പെട്ടെന്നിറങ്ങി. നൊമ്പരം ശമിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുഞ്ചിരി പൊഴിച്ചു. നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. പുറത്ത് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അടക്കി പിടിച്ച് സംസാരിക്കുന്നു. ആരോ 2 പേർ ഗുഹക്കരികിലൂടെ നടക്കുന്നുണ്ട്. നബിയെ തിരയുകയാണവർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ ഭയത്തിന്റെ കുള്ളിയിൽ മിന്നി. അദ്ദേഹം നബിയോട് വളരെ താഴ്മയായി പറഞ്ഞു, പ്രവാചകരെ, അവർ നമ്മെ തിരഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒന്നുമെല്ലെ താഴോട്ട് നോക്കിയാൽ പോലും അവർക്ക് നമ്മളെ കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? സഹയാത്രികന്റെ ആശങ്ക നിറഞ്ഞ ചോദ്യം കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരിയ പുഞ്ചിരി പൊഴിച്ചു. അവിടുന്ന് പറഞ്ഞു, അബൂബക്കറെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നാം 2 പേരേയുള്ളൂ എന്ന കാരണത്താലല്ലേ താങ്കൾ ഇങ്ങനെ ആശങ്കാകുലനാകുന്നത്? എന്നാൽ താങ്കൾ ഒരു കാര്യം ഓർക്കണം, നാം 2 പേർ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ 3-മൻ ഒരാളുണ്ട്. അവനാണ് അല്ലാഹു. അല്ലാഹു നമ്മെ സംരക്ഷിച്ചു കൊള്ളും. നബിയുടെ സാന്ത്വനം കേട്ടപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തെല്ലെങ്കിലും സമാധാനമുണ്ടായത്. അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു നബിയെയും അനുചരനെയും കാത്തു സൂക്ഷിച്ചു. ഖുറൈശികൾ അവരെ ഒരുപാട് തിരഞ്ഞു. സൗർ ഗുഹയുടെ അരികിൽ പോലും അവർ ചെന്നെത്തി. പക്ഷേ ഒരു ചിരന്തി വലയും കിളിക്കൂടും കണ്ട് മടങ്ങുകയാണ് അവർ ചെയ്തത്. ശത്രുക്കൾ നിരാശരായി മക്കത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും 3 ദിവസം ഈ ഗുഹയിൽ താമസിച്ചു. അനന്തരം അവർ മദീനയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്നിട്ടും സംശയം തീരുന്നില്ല. അദ്ദേഹം വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും പിറകോട്ട് നോക്കിക്കൊണ്ടിരുന്നു. സ്വന്തം ജീവനേക്കാൾ ഉപരി അദ്ദേഹത്തിന് പ്രവാചകന്റെ ജീവനായിരുന്നു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ആരോ ഒരാൾ അതിവേഗം തൻ്റെ കുതിരയെ പായിച്ചുകൊണ്ട് ഓടി വരുന്നു. സുറാഖത്ത് തന്നെയാണ് ആ പാഞ്ഞു വരുന്നത്. മുഹമ്മദിൻ്റെ തലയെടുത്ത് ഖുറൈശി നേതാക്കളിൽ നിന്നും പാരിതോഷികം വാങ്ങാനുള്ള ആ ആർത്തിയോട് കൂടിയാണ് അയാളുടെ വരവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പ്രവാചക ശിരോമണിയെ ഒരു ചുക്കും ചെയ്യാൻ അയാൾക്കായില്ല. അടുക്കുമ്പോഴേക്ക് അയാളുടെ കുതിരയുടെ പാദങ്ങൾ ഭൂമി വിഴുങ്ങാൻ തുടങ്ങി. ഒരു വിധത്തിലും നബിയെ പിടിക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ സ്വന്തം ജീവനുമായി സുറാഖത്ത് തിരിച്ചുപോയി. വഴിയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും വിജയപൂർവ്വം തരണം ചെയ്തുകൊണ്ട് അവർ മദീനയുടെ കവാടത്തിൽ എത്തിച്ചേർന്നു. മദീനയിൽ പ്രവാചകരോടൊത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം ജീവിച്ചു വരികയായിരുന്നു. പിറന്ന നാടും വീടും വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടും ശത്രുക്കളിൽ നിന്നും രക്ഷയുണ്ടായില്ല. നബിയെയും അനുചരന്മാരെയും ഏതു വിധത്തിലും ദ്രോഹിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കണ്ടതിനെയെല്ലാം കടിച്ച് മുന്നോട്ട് പായുന്ന പേപ്പട്ടിയെ കൊല്ലുകയല്ലാതെ മറ്റെന്ത് ചെയ്യും? അള്ളാഹു നബിക്ക് യുദ്ധത്തിന് അനുമതി നൽകി. അങ്ങനെ ബദർ യുദ്ധം ആരംഭിച്ചു. തങ്ങളുടെ 3 ഇരട്ടി വരുന്ന ശത്രുക്കളോടാണ് മുസ്ലിം പടക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്. ബദറിൽ പ്രവാചകന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബിക്ക് വേണ്ടി സ്വന്തമായി കെട്ടിയുണ്ടാക്കിയ ടെന്റിന് അദ്ദേഹം കാവൽ നിന്നു. ബദറിൽ മുസ്ലിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങി. അവർ വിജയശ്രീലാളിതരായി. ബദറിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് നബി സ്വീകരിച്ചത്. മോചനദ്രവ്യം വാങ്ങി അവരെയെല്ലാം വിട്ടയക്കുക എന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശയമായിരുന്നു. ഒരവസരത്തിൽ ജൂതന്മാർ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് യാതൊരു കൂസലും കൂടാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുഖ്യ പുരോഹിതനോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, അവനെ സൂക്ഷിക്കുക, സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. മുഹമ്മദ് നബി തങ്ങൾ അന്ത്യപ്രവാചകനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അവിടുന്ന് കൊണ്ടുവന്ന സത്യദീനിനെ കുറിച്ച് തൗറാത്തും ഇഞ്ചിയിലും മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ. ഈ പരമാർത്ഥം നിങ്ങൾ എന്തിനു മറച്ചു വെക്കുന്നു? ഇത് കേട്ട ആ പുരോഹിതൻ പറഞ്ഞു, അള്ളാഹുവിന് ഞങ്ങളെയാണ് ആവശ്യം. ഞങ്ങൾക്ക് അള്ളാഹുവിനെ യാതൊരു ആവശ്യവുമില്ല. ഞങ്ങൾ കഴിവുള്ളവരാണ്. അള്ളാഹുവിന് കഴിവില്ലാത്തതിൻ്റെ പേരിലല്ലേ ഞങ്ങളോട് കടം ആവശ്യപ്പെടുന്നത്? അള്ളാഹുവിന് നല്ലതായ കടം നൽകാൻ ആരുണ്ട്? അവനത് ഇരട്ടിയായി തിരിച്ചു നൽകും എന്ന ഖുർആൻ വചനത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ പുരോഹിതൻ അത്രയും പറഞ്ഞത്. പുരോഹിതന്റെ പരിഹാസത്തിൽ പൊതിഞ്ഞ വാക്കുകൾ കേട്ട് അങ്ങ് തിരിഞ്ഞു പോകാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആയില്ല. അദ്ദേഹം ജൂത പുരോഹിതന്റെ കരണത്ത് തന്നെ ഒരു അടി വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർമ്മലനാണ്, ശാന്തനാണ്. തന്നെ എന്ത് തന്നെ വേണമെങ്കിലും ആരും പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ദീനിനെ അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് കണ്ടുകൂടാ. അങ്ങനെയുള്ളവരെ അദ്ദേഹം വെറുതെ വിടുകയില്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വികാരം ഉണരും എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ സംഭവം. ഉഹദ് യുദ്ധം കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭദശയിൽ മുസ്ലിങ്ങൾ വിജയം വരിച്ചവരാണ്. പക്ഷേ അവസാനം പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിക്കേണ്ടി വന്നു. എന്താണെന്നതിന് കാരണം നബി തിരുമേനിയുടെ കൽപ്പന ലംഘിച്ചത് തന്നെ. നബിയുടെ ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന സന്ദർഭം ഉഹദിൻ്റെ അന്ത്യത്തിലുണ്ടായി. ഈ സന്ദർഭത്തിൽ എന്ത് വില കൊടുത്തും പ്രവാചക ശിരോമണിയെ സംരക്ഷിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലുറച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒട്ടധികം സാഹസപ്പെടുകയും ചെയ്തു. നബിയുടെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ശത്രുക്കളെയെല്ലാം അദ്ദേഹം ഉറച്ചു നിന്ന് പൊരുതി പിന്തിരിച്ചു കളഞ്ഞു. നബിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിൽ ശത്രുനിര ഭേദിക്കുന്ന സാഹസികത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞത്. എങ്കിലും തിരുനബിയുടെ പവിത്ര മേനിയിലേക്ക് ഒരായുധവും വരാതിരിക്കാൻ അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും അവിടുത്തെ ദേഹരക്ഷ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. ഹുദൈബിയയിൽ വെച്ച് സന്ധിയിൽ ഏർപ്പെടാതെ ഹജ്ജിനായി സധൈര്യം മുന്നോട്ട് പോകണമെന്നായിരുന്നു മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം പോലും മറിച്ചായിരുന്നില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം വേറൊന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അവിടുന്ന് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ ഒരിക്കലും മുതിരുകയില്ല. പ്രവാചക ശിരോമണിയുടെ അഭിപ്രായം എന്തു തന്നെയായാലും ശരി, അത് സ്വീകരിക്കുക. അതാണ് നാം ഓരോരുത്തരുടെയും ബാധ്യത. അതാണ് യഥാർത്ഥ മുസൽമാന്റെ ലക്ഷണം. ഈ പ്രസ്താവന കൊണ്ടാണ് അവരെല്ലാം ശാന്തരായത്. മക്കം ഫതഹിന്റെ കാലത്ത് തൻ്റെ പ്രതിനിധിയായി ഹജ്ജാജികൾക്ക് നേതൃത്വം നൽകുവാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി ഏൽപ്പിച്ചത്. നബി രോഗബാധിതനായി കിടക്കുമ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ കൽപ്പിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. ഈ കൽപ്പന ആദ്യം കേട്ട
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അബൂബക്കർ വളരെ മൃദുല മനസ്സുള്ള ആളാണ്, ജനങ്ങളെ വരുതിക്ക് നിർത്താൻ അദ്ദേഹത്തിനാകുമോ? ഉമറിനാകട്ടെ, അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴും നബി പറഞ്ഞു, അബൂബക്കറിനോട് പറയുക. ഇപ്രകാരം തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹും ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും നബി പറഞ്ഞു, അബൂബക്കറിനോട് പറയുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങളുടെ ഇമാമാക്കി നിശ്ചയിച്ചതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹം എവിടെയോ പോയി തിരിച്ചു വരാൻ വൈകി. സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം കിടന്ന കിടപ്പിൽ കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ചോദിച്ചു, അബൂബക്കർ എവിടെ പോയി? അള്ളാഹുവും ജനങ്ങളും സ്വീകരിക്കാത്തതാണല്ലോ ഇത്. അതെ, നബിയുടെ അഭിലാഷം തന്നെ തൻ്റെ ശേഷം ഖലീഫയാകേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കണമെന്നാണ്. രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് തിരുനബി പള്ളിയിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഹലോകമോ റബ്ബിൻ്റെ സാമീപ്യമോ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ അള്ളാഹു അനുമതി തന്നിരിക്കുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് ഇഷ്ടപ്പെടുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കരച്ചിലെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങ് എന്തിന് കരയുന്നു? ജനങ്ങൾ ചോദിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും ഉരിയാടിയില്ല. വരാൻ പോകുന്നതെന്തോ അത് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും എനിക്ക് ഉപകാരപ്രദമായ ഒരു സുഹൃത്തില്ല. ഞാൻ ആരെയെങ്കിലും ഉറ്റ സുഹൃത്തായിരിക്കുന്നുവെങ്കിൽ അത് അബൂബക്കറിനെ ആയിരിക്കുമായിരുന്നു. ഞങ്ങൾ ബന്ധം മഹ്ശറിൽ ഒരുമിക്കുന്നതുവരെയും തുടരുന്നതാണ്. നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതാണിത്. അതിൽ പരം സായൂധ്യത്തിന് മറ്റെന്താണ് വേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം ഭേദമായെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിച്ചത്. അതല്ലേ അവിടുന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നത്? ഇനി തൻ്റെ വീട്ടിലൊന്ന് പോയി വരാം എന്ന് കരുതിയാണ് പുറപ്പെട്ടത്. പക്ഷേ അത് തീർത്തതും തീരാത്ത ദുഃഖത്തിന് കാരണമായി. ആള് വന്നിട്ടാണ് ചെന്നപ്പോൾ ആ റൂഹ് വിട്ട് പിരിഞ്ഞു കഴിഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം സഹിക്കാനായില്ല. അദ്ദേഹം കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളിയായ ആത്മമിത്രം തൻ്റെ പ്രിയപ്പെട്ട തിരുനബി അവിടുന്ന് വിട ചൊല്ലിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തന്നോട് കാണിച്ചിരുന്ന സ്നേഹ വാത്സല്യത്തെക്കുറിച്ച് ഒരു വേള ചിന്തിച്ചു. ഓർക്കുന്തോറും അദ്ദേഹത്തിൻ്റെ വ്യസനം കൂടിക്കൂടി വന്നു. ദുഃഖം ഒതുക്കി തിരുനബിയുടെ വസതിയിൽ ചെന്നപ്പോഴത്തെ കഥ മറ്റൊന്നായിരുന്നു. ആരും ആ വാർത്ത വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ധീരനായ ഉമർ വാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. നബി വഫാത്തായി എന്ന് പറയുന്നവരെ വധിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. എല്ലാവരും സമനില തെറ്റി നിൽക്കുമ്പോൾ ഒരാൾ മാത്രം മനോധൈര്യം വീണ്ടെടുത്ത് അദ്ദേഹം ആ പാലളി വദനത്തിൽ ഒരു ചുംബനം നൽകി. അന്ത്യചുംബനം. ഞങ്ങളുടെ മാതാപിതാക്കന്മാരും അങ്ങയുടെ കാൽ കീഴിലാണ്. ജീവിതത്തിലും മരണത്തിലും അങ്ങ് ശ്രേഷ്ഠൻ തന്നെ. അങ്ങ് നിശ്ചയം വഫാത്തായിരിക്കുന്നു. ആകെ ചിതറിക്കിടക്കുന്ന ജനങ്ങളെ നോക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു, മുഹമ്മദ് നബിക്ക് നിങ്ങൾ ആരെങ്കിലും ആരാധന ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ അവൻ എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ്. പിന്നീട് അദ്ദേഹം ഒരു ആയത്ത് ഓതി. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പ് പല നബിമാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗം കേട്ട് ജനങ്ങളും ശാന്തരായി. ജനങ്ങളെല്ലാം ചിന്നിച്ചിതറി. ഉമർ റളിയല്ലാഹു അൻഹു പോലും വാളുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മനക്കരുത്ത് കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന് ശേഷം എന്താകുമായിരുന്നു? അതിനിടയാകാതെ വേണ്ടിടത്ത് വേണ്ട വിധം പെരുമാറാനുള്ള ബോധം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ വസതി. അവിടെ അന്ത്യപ്രവാചകൻ മൃതശരീരം കിടത്തിയിരിക്കുകയാണ്. അത് സംസ്കരിക്കാനുള്ള പുറപ്പാടിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ മറ്റൊരിടത്ത് ബനൂ സഅദക്കാരുടെ പന്തലിൽ ഒരു സമ്മേളനം നടക്കുകയായിരുന്നു. നബിയുടെ പിൻഗാമിയായി ഇസ്ലാമിക ഭരണത്തിൽ ആര് നേതൃത്വം നൽകണം? അതായിരുന്നു അവിടെ ചർച്ചാ വിഷയം. അൻസാറുകളാണ് ആ സമ്മേളനത്തിൻ്റെ സൂത്രധാരകർ. അവരുടെ സമ്മേളനത്തെക്കുറിച്ചറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹും അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും പ്രേരണക്ക് വഴങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എത്തി. അൻസാരികൾ അവരിൽപ്പെട്ട സഅദ് ബിൻ ഉബാദയെ ഖലീഫയാക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്ദർഭോചിതമായ ഇടപെടലും ഉപദേശവും കൊണ്ട് അവരെല്ലാം മനസ്സ് മാറി. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇവരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ബൈഅത്ത് ചെയ്യുക. എന്നാൽ അവർ രണ്ടുപേരും അത് സമ്മതിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ തൻ്റെ
അഭാവത്തിൽ നിസ്കാരത്തിന് താങ്കളെയല്ലേ നിയോഗിച്ചത്? അതുകൊണ്ട് ഖിലാഫത്തിന് അർഹൻ താങ്കൾ തന്നെ. മുഹാജിറുകളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ താങ്കളല്ലേ? നബി പ്രതിനിധിയാക്കിയ താങ്കളെ ഭരിക്കാൻ മറ്റാർക്കാണ് കഴിയുക? അബൂ ഉബൈദയും ഇപ്രകാരം പറഞ്ഞു. അനന്തരം അബൂ ഉബൈദയും ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. പിന്നീട് മുഹാജിറുകളും അൻസാറുകളെല്ലാം ബൈഅത്ത് ചെയ്തു. പിന്നീട് മസ്ജിദ് നബവിയിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ പോയെന്ന് കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ വിഭ്രാന്തിയിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പ്രവാചകൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നമുക്ക് എന്നേക്കുമായി വിശുദ്ധ ഖുർആനുണ്ട്, അത് മുറുകെ പിടിക്കുക. നിങ്ങൾ തമ്മിൽ വെച്ച് ഏറ്റവും ഉത്തമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുക. പ്രവാചകനോടൊപ്പം ഗുഹയിലിരുന്ന രണ്ടാമത്തെയാൾ അദ്ദേഹമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗം കേട്ട് അവിടെ സന്നിഹിതരായവരെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. അതൊരു വല്ലാത്ത മുൾക്കിരീടമായിരുന്നു. ഇസ്ലാമിലേക്ക് പുതുതായി വന്ന പലരും നബി ഇഹലോകവാസം വെടിഞ്ഞു എന്നറിഞ്ഞതോടുകൂടി മുർത്തദായി. അവരുടെ മനസ്സിൽ ഈമാൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൻ്റെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അവസാനിക്കുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷമുള്ള പടയോട്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വഫാത്തിനെ കുറിച്ചൊക്കെ ആകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിൻ്റെ 5ാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.